അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ജോയി എഴുതുകയാണ് തൻ്റെ ജീവിത കഥ. അനേകം ജീവിതങ്ങളെ ബാർ വ്യവസായത്തിലൂടെ മദ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് തള്ളി വീഴ്ത്തിയ തൻ്റെ ഭൂതകാലത്തിൻ്റെ പാപദംശനമേറ്റ ഓർമ്മകൾ. പിന്നീട് ജീവിതത്തിൻ്റെ ഇരുൾ വീണ വഴിത്താരയിൽ വെച്ച് വചനവിളക്കുമായി ഒപ്പം ചേർന്ന സഹയാത്രികനായ ക്രിസ്തു തന്നെ രൂപാന്തരപ്പെടുത്തിയതിൻ്റെ മധുരസ്മരണകൾ. എൻ്റെ പേര് ജോയിച്ചൻ കൊച്ചുപറമ്പിൽ. ഞാൻ മൂവാറ്റുപുഴ അടുത്ത് ആരക്കുഴയാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പകാലം മുതൽ വീട്ടിൽ മദ്യവ്യവസായം ഉണ്ടായിരുന്നു. കള്ള് ഷാപ്പുകൾ അപ്പച്ചനായിട്ടും അപ്പച്ചൻ്റെ ഓരോ കൂട്ടുകാർ പാർട്ട്നേഴ്സായിട്ട് ബിസിനസ്സൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം. അന്ന് ഈ മദ്യം, അതായത് കള്ളുകൾ ആളുകൾക്ക് അന്നൊരു ഫുഡ് ആർട്ടിക്കിളായിട്ട്, അതായത് പണിക്കാരും ആളുകളൊക്കെ വളരെ വീടുകളിലും അതുപോലെ തന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞ് മദ്യം കടിക്കുന്ന കണ്ട് വീട്ടിലും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പമെല്ലാം കഴിഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വിദ്യാഭ്യാസമൊക്കെ, ഞാൻ തേവരയാണ് കോളേജിൽ പഠിച്ചത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനിത് കഴിഞ്ഞൊരു മെഡിസിൻ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഈ പാർട്ട്നേഴ്സ്, എൻ്റെ മക്കളെല്ലാം കൂടി തീരുമാനിച്ചെന്ന ഈ ലിക്കർ ബിസിനസ് ഒന്ന് എലാബറേറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മലബാർ പ്രദേശങ്ങൾ, പിന്നെ ഈ എറണാകുളം സൈഡുകളൊക്കെ ഉള്ള ബിസിനസ്, ചാരായ ഷാപ്പുകളിൽ നിന്ന് കള്ള് ഷാപ്പുകളിലും പുറമെ ബിസിനസ് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരുപാട് ഉദ്യോഗസ്ഥരും എക്സൈസ് പോലീസിലൊക്കെ ബന്ധപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ എക്സൈസ് കമ്മീഷണർ, എൻ്റെ ഫാദറിൻ്റെ ഇളയാൾ പോലീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ, SP, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആ സമയത്താണ് ഈ ബിസിനസ് നടത്താൻ നമുക്കതെല്ലാം കുറച്ച് കൂടുതൽ സഹായകരമായിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നൊരു കാലഘട്ടമാണ് പഴയ ഓർമ്മകളെല്ലാം ഓർക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ 1976 എൻ്റെ വിവാഹം. ഞാൻ പൈകയിൽ നിന്ന് പാമ്പ്ളാനിയിൽ മേഴ്സിയാണ് എൻ്റെ ഭാര്യ. നമ്മളെ 76 വിവാഹം കഴിഞ്ഞു. എൻ്റെ പേര് മേഴ്സി. പാലാടുത്ത് പാമ്പ്ളാനിയിലാണ് എൻ്റെ വീട്. എന്നെ കല്യാണം 1976 ഞങ്ങളുടെ കല്യാണം. അന്ന് ചോദിച്ചാൽ ഒരു വലിയ മദ്യ വ്യവസായിയായിരുന്നു.
കല്യാണം ആലോചിക്കുമ്പോൾ ഭർത്താവ് മദ്യപാനി ആകരുതെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ജോയിച്ചിൻ്റെ അമ്മയുടെ ആങ്ങളമാരാണ് ഈ കല്യാണം പറഞ്ഞത്. അവർ 100% ഉറപ്പ് പറഞ്ഞു. ജോയിച്ചൻ വലിക്കുകയോ കുടിക്കുകയോ അങ്ങനത്തെ ദുസ്വഭാവങ്ങളൊന്നും ഇല്ല എന്നുള്ള അവർ 100% ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം നടന്നു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷകരമായ ജീവിതം. ഇഷ്ടംപോലെ പണമുണ്ട്. ജോയിച്ചിൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. എനിക്ക് അപ്പനൊക്കെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുവും എൻ്റെ എല്ലാ സ്വാതന്ത്ര്യം തരും. വളരെ ഇഷ്ടം പോലെ പൈസ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഈ ബിസിനസ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ആധ്യാത്മികതയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ഈ പള്ളിയിൽ പോകുന്നു, ജസ്റ്റ് കുറച്ച് കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞൊക്കെ ചെന്നു കുർബാന കാണുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകൊക്കെ അത്രയും എനിക്കുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്തെ എൻ്റെ ആധ്യാത്മിക എൻ്റെ വീക്ഷണത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധിക സമയം, അതായത് ഞങ്ങൾ ഈ മലബാർ ഏരിയയിലൊക്കെ നടക്കുമ്പം കൂടുതൽ സ്ഥലങ്ങളിൽ ഈ മദ്യം കൊടുക്കുക, അതായത് ചെറിയ ചെറിയ മാടക്കടകളിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ള ഒരു പ്രവണത ഞാൻ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ സാധനം നമ്മൾ ഡ്യൂട്ടി കെട്ടിയെടുക്കുന്നു, അത് നമ്മൾ മാക്സിമം കൊടുത്താലേ നമുക്ക് അതിൻ്റെ റെൻ്റൽ, അതായത് കിസ്ത് അടയ്ക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ നടന്ന് പോരുമ്പോൾ ഇത് പ്രത്യേകത, നമ്മൾ ഇതിനകത്തുണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, കള്ള് ആണെങ്കിൽ കള്ള് എന്ത് നമുക്ക് ചെത്തി കിട്ടുന്നോ അത് മാത്രമേ കൊടുക്കുള്ളൂ. അതുപോലെ ചാരായം ഗവൺമെൻറ് കോട്ട, അഡീഷണൽ കോട്ട എത്ര കിട്ടുമോ അത് മാത്രം കൊടുക്കും. ബ്രാൻഡിക്കടയാണെങ്കിലും അത് തന്നെ. വേറെ ഒരു കൃത്രിമ മാർഗ്ഗങ്ങളോ വേറെ ഏതെങ്കിലും സംഭവം നമ്മളിതിനകത്ത് കൊടുക്കാൻ തയ്യാറില്ല. അതൊരു പ്രിൻസിപ്പിൾ, നമ്മുടെ ഒരു മൊറാലിറ്റി സൈഡിൽ നമ്മുടെ ഒരു പ്രിൻസിപ്പിളായിട്ടത് വെച്ചിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇതിനകത്ത് ഒരിക്കലും ഈ പൈസ നമുക്കൊരിക്കലും ഇത് എൻജോയ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു കൊല്ലം കിട്ടി പിറ്റേ കൊല്ലം പോകും, അല്ലെങ്കിൽ 2 കൊല്ലം കിട്ടി 4 കൊല്ലം കഴിയുമ്പോൾ പോകും. ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത്, അതായത് സ്ട്രിക്റ്റായ ഒരു പ്രിൻസിപ്പിളിൽ ഈ ബിസിനസ് നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു പുതിയ ബാറ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് താമസം മാറ്റുന്നത്. കോട്ടയം അടുത്ത് പാമ്പാടി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോട്ടയത്തോട്ട് താമസം മാറ്റിയത്. അപ്പോഴാണ് നമ്മൾ താമസിക്കുന്ന, ഞങ്ങൾ ഒരു വീട് കണ്ട് അതിനാണ് റെൻറ്റിന് വന്ന് ഞങ്ങൾ താമസിക്കാനായിട്ട്, പിള്ളേരുടെ സ്കൂളിൽ വിടാനുള്ള സൗകര്യത്തിന്. അപ്പം തൊട്ടടുത്ത വീട് തന്നെ, ആ വീടും അതിൻ്റെ ഒരു മുറി ചാരായക്കടയുമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ അടുത്ത ദേശത്തുള്ള മനുഷ്യർ മുഴുവൻ വന്ന്, എല്ലാ ആണുങ്ങളും വന്ന് കുടിക്കും, ആൺപിള്ളേരും അപ്പന്മാരും എല്ലാം വന്ന് കുടിക്കും. അതിപ്പോൾ വളരെ പേരും കുടി കഴിയുമ്പോഴത്തേക്ക് അടി ഇടി അങ്ങനെ ഉണ്ടായ പരിപാടികളെല്ലാം നടത്തുന്ന രീതി കാണാം. ചിലപ്പം പടിവാൾ വെച്ച് വെട്ടും, കല്ല് വെച്ചിടിക്കും, ഇങ്ങനെയാണ് ചോര ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ, അപ്പോൾ ഞങ്ങളോട് തൊട്ടടുത്ത് ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ മതിലിങ്കിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ചോര ഒലിപ്പിച്ചുകൊണ്ട് പോകും. ചിലപ്പം നിലത്ത് കിടന്ന് ഇടിച്ച് ഉരുളുന്ന കാണാം, ചിലപ്പം പടിവാൾ എടുത്തുകൊണ്ട് ഓടുന്ന കാണാം. അപ്പോൾ ആരെങ്കിലും ചെന്ന് അവരുടെ ഭാര്യമാരെയും മക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് വരും, ഇവിടെ അടിയുണ്ടാക്കുമെന്ന് പറയും. അപ്പോൾ അവർ ഓടി വരുമ്പോഴത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട്, മക്കളും ഭാര്യമാരും എല്ലാം ഓടി വരുമ്പോൾ ഞങ്ങൾ മതിലിൻ്റെ ഇവിടെ ഒന്ന് കാണുമ്പോഴത്തേക്ക് അവരുടെ വേദന കാണുമ്പം ഭയങ്കര പ്രയാസം തോന്നുമായിരുന്നു. പിന്നെ അവരത് കഴിയുമ്പോഴത്തേ അവരുടെ ഭാര്യമാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ഷെയർ ചെയ്യാൻ വരും, ദുഃഖങ്ങളും അവരുടെ വീട്ടിലെ പ്രയാസങ്ങളും, മദ്യപാനം, പൈസയില്ലാത്ത ബുദ്ധിമുട്ട്, വീട്ടിൽ വരാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ മദ്യപിച്ചേച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ട് എന്നെല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെ ദുഃഖങ്ങളെല്ലാം കേൾക്കുമ്പം ഞാൻ വിചാരിക്കും, എൻ്റെ മനസ്സിലുണ്ട്, ഇവർ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും, ദൈവമേ നമ്മളും ഒരു മദ്യവ്യവസായം നടത്തുന്ന ആളാണല്ലോ, ഇപ്പം ചാരായം അല്ലെങ്കിലും ബ്രാൻഡിയോ ഒക്കെ നടത്തുമ്പം ഇവരുടെ കുടുംബങ്ങളിൽ ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത് എന്നോർത്ത് ഞാൻ ഭയങ്കര മനോവിഷമത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറയുമ്പോൾ എല്ലാം ഞാൻ ഇതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുക. അപ്പം ഞാൻ പറയുകയും ചെയ്യും അവരോട്, ഞങ്ങളും ഇതാണല്ലോ നടത്തുന്നത്, ദൈവമേ നിങ്ങൾ ഇതുപോലുള്ള അനേകർ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അവരെനിക്ക് ആശ്വാസം പറഞ്ഞു തരും. നിങ്ങൾ വലിയ ബ്രാൻഡിയൊക്കെ വയ്ക്കുമ്പോൾ വലിയ പണക്കാരും ഇഷ്ടംപോലെ പൈസയുള്ളവരല്ല, ഞങ്ങൾ പണമില്ലാത്തൊരു ചാരായം കള്ളൊക്കെ കുടിക്കുന്നു, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലാന്നേ, അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയുമെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ ജോയിച്ചിൻ്റെ അടുത്ത് പറയും, നമുക്ക് ഈ മദ്യ വ്യവസായമൊക്കെ നിർത്തിയാലോ, അതുകൊണ്ടില്ലേ എന്തുമാത്രം ഇന്നിവിടെ എന്തൊരു ബഹളമായിരുന്നു, എന്തു ദുഃഖമായിരുന്നു അവരുടെ കരച്ചിൽ, നമുക്കിത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പം ഹസ്ബൻഡ് പറയും, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന സാധനങ്ങൾ മാത്രം കൊടുക്കുന്നേ ഉള്ളൂ, അല്ല ഒരു കൃത്രിമം കാണിക്കാത്തൊരു ജീവിതമാണ് എൻ്റേത്. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യുന്ന, പിന്നെ എന്താണ് കുഴപ്പം, പിന്നെ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ വേറൊരാൾ ആ സ്ഥാനത്ത് വരും, പിന്നെ എന്താണ് പ്രയോജനം. അങ്ങനെ എത്ര പറഞ്ഞാലും ഈ തത്വത്തിൽ തന്നെ ജോയിച്ചൻ ഉറച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ എനിക്ക് വിചാരിച്ചു, എന്നാൽ പ്രാർത്ഥിച്ച് ജോയിച്ചിനൊരു ബോധ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ വഴക്കുണ്ടാക്കുക ഉപദേശിനേക്കാൾ നല്ല പ്രാർത്ഥനയാണെന്ന് ഒരു ബോധ്യം എനിക്ക് വന്നതോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ എൻ്റെ ഭാര്യ അതുപോലെ എൻ്റെ വലിയ പ്രാർത്ഥനയുടെ ആളായിരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇരിക്കുമ്പോഴും
പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. ഞാനീ താമസിക്കുന്ന ഒരു സ്ഥലം പ്രത്യേകിച്ച് കോട്ടയത്തിനടുത്തൊരു ആനത്താനം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഒരു കട, അതായത് ചാരായ ഷാപ്പുകളൊക്കെ വേറെ ആളുകൾ നടത്തുന്നതാണെങ്കിൽ പോലും അവിടെ ഇരിക്കുമ്പോൾ, വീട്ടിൻ്റെ പോർച്ചിലൊക്കെ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഇവിടെ കിടന്നുള്ള ബഹളവും അത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഭാര്യയും പറയുമായിരുന്നു, നമുക്ക് ഈ പണി വേണ്ടാന്ന് വെക്കാൻ പാടില്ലേ, ഇത് ഒരു ഗുണമില്ലാത്ത തൊഴിലല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറയും, എനിക്കിപ്പം അറിയാവുന്ന പണി ഞങ്ങൾ ചെയ്തത്, ഞങ്ങളിപ്പോൾ ഒരു കൃത്രിമവും ചെയ്യണില്ല, ഒരു തെറ്റും ചെയ്യണില്ല. അപ്പോൾ ആ ഒരു ഉറച്ച ബോധ്യമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ലൈസൻസി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു കുറ്റബോധം ഈ കച്ചവടത്തിനകത്ത് തോന്നിയിരുന്നില്ല, തെറ്റാന്ന് തോന്നിയിരുന്നില്ല. അതാരും പറഞ്ഞിരുന്ന് തന്നിട്ടുമില്ല, നമുക്കത് മനസ്സിലായിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഞാൻ 1994 എൻ്റെ കോബ്രദറിൻ്റെ, അതായത് രാമപുരത്താണ് കോബ്രദർ, എൻ്റെ വൈഫിൻ്റെ മൂത്ത ആളിനെ കല്യാണം കഴിച്ചിരുന്നത്. ആ തൊമ്മച്ചൻ നെടുങ്കുന്നേൽ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടാൻ, ഞാൻ, എൻ്റെ ഭാര്യ, അതുപോലെ തന്നെ തൊമ്മച്ചൻ്റെ ഭാര്യ ആലീസ്, ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ഒരു ധ്യാനത്തിന് 94 കാലഘട്ടത്തിൽ ഡിവൈനിൽ ആദ്യമായിട്ട് ഒരു ധ്യാനത്തിന് പോയി. അങ്ങനെ എൻ്റെ വൈഫ് പറഞ്ഞു, നമുക്ക് പനക്കലച്ചനെ ഒന്ന് കാണാൻ കയറിക്കളയാമെന്നും പറഞ്ഞ് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വൈഫും ചേച്ചി എല്ലാവരും കയറി, ഞാനും പുറകെ കയറി. അപ്പോൾ വലിയൊരു 10-15 പേര് ജനങ്ങളൊന്ന് ധ്യാനത്തിന് സംബന്ധിക്കുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടത്തിന് ആളുകളുടെ ഇടയിലാണ് വലിയൊരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് കുറേ സമയം നിന്ന് അവിടെ കയറി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കൗൺസിലിംഗ് എനിക്കുണ്ടായി. ആ കൗൺസിലിങ്ങിന് എന്നോട് പറഞ്ഞ, അപ്പോൾ ഒരു മേനോനാണ്, ഈ അരവിന്ദാക്ഷ മേനോനല്ല, വേറൊരു മേനോൻ തൃശ്ശൂരിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്ക് ഈ തൊഴിൽ നിനക്ക് മദ്യ വ്യവസായം ചെയ്യാൻ പറ്റില്ല, അതായത് കള്ളോ ചാരായ ബ്രാൻഡിയൊന്നും ഈ വേദപുസ്തകം വെച്ച്, അതായത് ബൈബിള് വെച്ച് നിനക്കിത് വിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ തർക്കിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൃത്രിമമായിട്ട് ഒരു സാധനം ചെയ്യുന്നില്ല, ഒരു സാധനം കൊടുക്കുന്നുമില്ല. ഞാൻ സത്യസന്ധമായ സാധനം ഗവൺമെൻറ് ലൈസൻസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കള്ള ചാരായം ബ്രാൻഡി നടത്തുന്നു, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നൊരു അടിയറച്ച ഒരു വിശ്വാസത്തിൽ നിന്നു, തെറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ. അങ്ങനെ നിന്നപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അച്ഛനെ കാണാൻ കയറുന്നത്. അപ്പോൾ അച്ഛനടുത്ത് കയറിയപ്പം ഭാര്യയോട് പറഞ്ഞു, അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്കിടെ തൊഴിൽ ഇതാണ്, ഞങ്ങൾക്ക് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്ത് കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനോടത്ത് വലിയൊരു മദ്യപാനി അല്ലെങ്കിൽ വലിയൊരു കുഴപ്പമുള്ള ആളായിരിക്കുന്നവർക്ക് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ആ മദ്യപിക്കണ യാതൊരു പരിപാടിയില്ല, വല്ലപ്പോഴും ഇങ്ങനെ ഒരു കമ്പനിയെ കൂടുന്നു, അത് നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ ഉള്ള പോലെ എല്ലാ കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അച്ഛൻ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ ഭയങ്കര പ്രാർത്ഥന അവിടെ വെച്ച് നടത്തി. മോനെ, നിനക്ക് നിർത്താൻ പറ്റും നിൻ്റെ ഈ ജോലി, അല്ലെങ്കിൽ നിൻ്റെ ഈ വ്യവസായം, അല്ലെങ്കിൽ നിൻ്റെ തൊഴിൽ. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. പനക്കലച്ചൻ്റെ ടീം പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് വെച്ച് പറഞ്ഞു, ഏതായാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ള ആ ഒരു അച്ഛൻ്റെ വായിൽ നിന്ന് കിട്ടിയതോടുകൂടി അവൾ വളരെ സന്തോഷിച്ച് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിലോട്ട് പോന്നു. അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ അമ്മച്ചി പറഞ്ഞ പോലെ ധ്യാനത്തിന് പോയിട്ട് വരുവാണ്, ധ്യാനമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, അമ്മച്ചി ഞാൻ ഒന്നുകൂടെ പോകുന്നുണ്ട്, ഒരു ധ്യാനം ഒന്നുകൂടെ കൂടാൻ പോകുന്നുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കോട്ടയത്തിന് വന്നു. അങ്ങനെ ധ്യാനം കൂടിയിട്ട് വന്നപ്പം മുതൽ ഞാൻ വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും, എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന വന്തയും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷവും യോച്ചൻ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന, എന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകും, യോച്ചന് ചിന്തയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ദുഃഖങ്ങളും വേദനകളും ഈ വഴക്കുകളും എല്ലാം കാണുമ്പം ഭയങ്കര വേദന എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടും വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇനി എന്താണ് മാർഗം? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം എന്നൊരു ചിന്ത. അപ്പം തിരി കത്തിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, തിരി ഒന്ന് കിടുമ്പോൾ മറ്റേത് കത്തിക്കും, അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുമ്പം കുറേ നാൾ, ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് യോച്ചന് വീണ്ടും ഒരു ധ്യാനം കൂടാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു.
94 കാലഘട്ടം ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യ അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥന അങ്ങ് തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ അത് കാണുകയും ഞാൻ അവളെ കളിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പോകുന്നു. എനിക്ക് അച്ഛൻ പറഞ്ഞെങ്കിലും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. സാധാരണ എല്ലാ അച്ഛന്മാരും പറഞ്ഞ പോലെ എന്നുള്ള ധാരണയിൽ ഞാനും ഇരുന്നു. അങ്ങനെ ഒരു വർഷം 1.5 വർഷത്തോളം അടുക്കാറായപ്പോഴത്തേന് എനിക്കൊരു അൺഈസിനെസ് എന്ന് വെച്ചാൽ അതാണ് എൻ്റെ ഒരു മെഡിക്കൽ ഫയലിനകത്ത് തുടക്കം. അങ്ങനെയാണ് ഒരു സുഖമില്ലായ്മ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇവിടെ കാരിത്താസിൽ ഞങ്ങളുടെ ഒരു സ്വന്തക്കാരൻ ഡോക്ടറുണ്ട്, ഡോക്ടർ മാത്യു പാറയ്ക്കൽ എന്ന് പറയും. ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പം നീ ഇപ്പം എന്നെ ഉച്ചയ്ക്ക് വന്നേക്കണമെന്ന് ചോദിച്ചു. ഞാൻ സുഖമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല, കയറി കിടക്കുമെന്ന് പറഞ്ഞു. ഒരു ECG ഇട്ട് നോക്കി. ഒന്നുമില്ല, അതിന് ടെൻഷൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ടെൻഷനൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഒന്നുമില്ല, അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അതൊക്കെ ഒരു ചെറിയ ഒരു തട്ടാണ് കർത്താവ്. അതായത് ഈ ധ്യാനകേന്ദ്രങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ ആളുകളെ കർത്താവ് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു മാനസാന്തരം ഉദ്ദേശിക്കാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ തട്ടുമുട്ടൊക്കെ കിട്ടുമെന്ന് പിന്നെ ഇപ്പം നമുക്ക് മനസ്സിലാവും. അങ്ങനെ വന്ന ഒരു 2-3-4 മാസമൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ 1.5 വർഷത്തെ പ്രാർത്ഥന എൻ്റെ വൈഫപ്പം നടത്തി. അപ്പോൾ അതിനിടയ്ക്ക് അവൾ തിരി കത്തിക്കുക, ഭയങ്കരമായിട്ട് അത് റിലേ കത്തിക്കുക, മുട്ടയിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ ഒരു റൂമിൻ്റെ ഈ ഇരുന്ന മുറിയൊക്കെ ചെറുതായിട്ട് ഈ മെഴുതിരി കത്തിച്ചതെല്ലാം ഇങ്ങനെ പുകഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഇരുന്നപ്പം ഞാനിവളെ കളിയാക്കും. ഉടനെ ഇവള് പറഞ്ഞു, അന്ന് പറഞ്ഞ ഓർക്കണ്ടോ, ഒന്നുകൂടെ പോകണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഒന്നുകൂടെ ധ്യാനത്തിന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇപ്പം സൈറ്റ് ടാക്സ് കേസ്, എക്സൈസ് കേസ്, പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തള്ളി നീക്കി. ഏതായാലും ഈ മാർച്ച് 31 ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് മാർച്ച് 31 അപ്പോൾ ആ വർഷത്തെ ലൈസൻസ് ഫീ 10 ലക്ഷം രൂപയാണ്, അതടച്ച് നമുക്ക് കുടുംബമായിട്ട് ഏപ്രിൽ ധ്യാനം എന്നൊരു തീരുമാനത്തിലോട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ മനസ്സ് സമാധാനിപ്പിച്ച് അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു നവംബർ, ഒക്ടോബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ സമയമാണ്. ആ സമയത്ത് ഞാനൊരു ഷേവ് ചെയ്തിട്ട് ഞാനിങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ രോമം തപ്പി നോക്കുന്ന പോലെ മുഖത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഈ കഴുത്തിൽ ചെറിയ ഒരു മുഴ പോലെ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഞാനടുത്ത് എന്തായിരിക്കും നോക്കി ഞാനിങ്ങനെ തപ്പി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംഗതി അകത്തിരിക്കുന്നു. ഉടനെ ഞാൻ ENT ഡോക്ടറെ നമ്മളെ പരിചയമുള്ള ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്ന് പറയും, മെഡിക്കൽ കോളേജിൽ. അങ്ങേരായിട്ട് വലിയ അടുപ്പം എന്താണ് പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേരും കൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ സാറേ നോക്കി ഇതിനകത്ത് ഇങ്ങനെ, നീ ഇപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു കാര്യം ചെയ്യും, നേരെ പോയി FNAC കാരിത്താസ് പോയി എടുക്കാൻ പറഞ്ഞ് FNAC എടുക്കാൻ വേണ്ടി കാരിത്താസിൽ വിട്ടു. അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തിട്ടൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒരു ലെറ്റർ എഴുതി തന്നു, ദിസ് കേസ് ഈസ് റെഫർ ടു RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രം എന്നൊരു ലെറ്റർ. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു. അതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, എനിക്കൊരു അസുഖം വരും, എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പനി പോലും വരാത്ത ഒരു കാലഘട്ടമാണ് പുറകോട്ടിങ്ങനെ നോക്കുമ്പോൾ. അത് ഞാൻ പേടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ ഡോക്ടർ രാജനാണ്, അവനും ഞാനോട് ഒന്നിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോവുകയും അത് നോക്കി ഡോക്ടറുടെ ഇൻഫറൻസിൽ തൈറോയിഡെന്ന് കിട്ടി. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഒരു പേടിയായി. നമ്മൾ ഒന്നും ഉദ്ദേശിക്കാത്ത സമയത്ത് നാളെ ഡിവൈൻ ധ്യാനത്തിന് പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വണ്ടറായി. അപ്പോൾ ഡിസംബർ 1 മുതൽ 8 വരെയുള്ള ധ്യാനമാണ്. ആ ധ്യാനത്തിൽ അപ്പോൾ പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ധ്യാനം തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ കാലിൽ കൂടി ഇങ്ങനെ പിരുപിരുവെന്ന് കയറുന്ന ഒരവസ്ഥ, വചനം കേൾക്കാനുള്ള ഭയങ്കര താല്പര്യങ്ങൾ. ഞാൻ വേദപുസ്തകം അതുവരെ വായിച്ചിട്ടില്ല. ഞാൻ വേദപുസ്തകത്തിൻ്റെ കാര്യം ഇതെല്ലാം ഉണ്ടെങ്കിലും വേദപുസ്തകം വായിക്കുന്ന പരിപാടികളൊന്നുമില്ല. ആദ്യമായിട്ടൊരു വേദപുസ്തകം വാങ്ങിച്ച് അത് വായിക്കാനൊക്കെ തുടങ്ങി. 2 ദിവസം, 3ാമത്തെ ദിവസം കൗൺസിലിംഗ് വന്നു. ആ കൗൺസിലിംഗ് ഞാൻ അന്ന് പഴയ കൗൺസിലിംഗ് അമ്മച്ചിനെ കളിയാക്കിയാണ്. നമ്മളിവിടെ നാട്ടിലെല്ലാം ഈ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ വിളിക്കും ചുമ്മാ തട്ടിപ്പോന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു മനസ്സിലാണ് ഞാൻ അവിടെ കൗൺസിലിങ്ങിന് പോയിരുന്നത്. കഴിഞ്ഞപ്പോൾ എന്നെക്കാളും എൻ്റെ അനിയൻ്റെ പ്രായത്തിലുള്ള ആളാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഷാജി, അന്ന് പേര് ഞാനിപ്പോൾ ഓർക്കണം. അപ്പോൾ ഉടനെ തന്നെ കൗൺസിലിംഗ് അടുത്ത് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയൊരു സംഭവം എന്താ വെച്ചാൽ, അങ്കിളിന് എന്നെ ജോലി ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ മദ്യവ്യവസായമാണെന്ന്. അതൊരു ഐശ്വര്യമില്ലാത്ത പണിയാണ് അങ്കിളെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിന് തർക്കമൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനതെല്ലാം തർക്കിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, പിള്ളേർ അങ്ങനെ 3 അല്ലേന്ന് ചോദിച്ചു. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഈഗോ, നമുക്കുണ്ടായിരുന്ന ആ ഒരു വലിയ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ബോധ്യം എനിക്ക് താഴെ, അതായത് വലിയൊരു ചിന്തിക്കാനുള്ള കാര്യമായി. അപ്പോൾ 2ാമതൊരു മോളില്ലെന്ന് ചോദിച്ചു. അവൾ പഠിക്കാൻ മോശമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഇതായത്. അപ്പോൾ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെപ്പാടെ ഇതായി. ഉടനെ തന്നെ ഏതായാലും ഇനിയിപ്പോൾ നാളത്തെ ആരാധനയ്ക്ക് ഒരുങ്ങുക, അപ്പോൾ കർത്താവ് എന്നെ തീരുമാനിക്കുന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ മുഴയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിരിക്കുന്നത് ഈ മുഴ ഒരു ധൈര്യമായിട്ട് നമുക്കത് കീറാനുള്ളൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോകാൻ കാരണം തന്നെ. ഞാനിപ്പോഴും അന്നും ഞാൻ പറയും, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ധ്യാനകേന്ദ്രത്തിൽ കയറുന്നുണ്ട്, പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൺവെൻഷൻ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തകർച്ചയില്ലാതൊരു മനുഷ്യൻ പോലും വരില്ല എന്നുള്ള ബോധ്യം പിന്നെ ഉണ്ടായി. ഇപ്പോഴൊക്കെ നമുക്കൊന്ന് മനസ്സിലാവുന്നു, അന്നൊന്നും മനസ്സിലാവില്ലല്ലോ.
അന്ന് നമ്മൾ ഭൗതികത അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആരാധന തുടങ്ങി കഴിഞ്ഞ് വെള്ളിയാഴ്ച ഒരു 10,000-15,000 പേര് ആരാധനയിൽ ഭയങ്കരമായിട്ട് ഹല്ലേലൂയ വിളിച്ച് ഭയങ്കര സൗണ്ട് നടക്കുന്ന ഡിവൈനിൽ ഭയങ്കര ഒച്ചയും കൈകൊട്ട് സ്തുതിപ്പും എല്ലാം നടക്കുന്ന സമയത്ത് എങ്ങനെയോ ഒരു ദൈവസ്വരം ചെവിയിൽ, നമുക്ക് എന്താണെന്ന് മനസ്സിലാണല്ലോ, നീ ഈ തൊഴിൽ നിർത്തുക എന്നൊരു സൗണ്ട് എൻ്റെ ചെവിയിൽ 2-3-4 പ്രാവശ്യം പറഞ്ഞു. അത് എന്നെ ഭയങ്കരമായിട്ട്, അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഒരു ദിവസത്തെ കച്ചവടം, ഞങ്ങൾ ഈ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ബിസിനസ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസത്തെ കച്ചവടം എന്ന് പറയുന്നത് ഏതാണ്ട് 60,000 55,000 രൂപ. അപ്പോൾ ചാരായം നിരോധിച്ച വർഷമാണ് 1996. ആ കാലത്ത് ഞായറാഴ്ചകളിലൊക്കെ 1,00,000 രൂപ ഇങ്ങനെയെല്ലാം കച്ചവടം വരുന്ന സംഗതിയാണ്. ഒരു വർഷത്തെ സെയിൽ എന്ന് പറയുന്നത് 1.5 കോടി രൂപ, 1,47,00,000 രൂപയാണ് ആ നിർത്തുന്ന വർഷത്തെ സംഭവമൊക്കെ. അങ്ങനെയെല്ലാം കച്ചവടം നടക്കുമ്പം എനിക്കത് വിട്ടുകളയാനുള്ള ഒരു മടി, അങ്ങനെ ഭയങ്കരമായിട്ട് വലിയൊരു പിടുത്തവും അതായത് നമ്മൾ വേദവസ്തുത്തിൽ കാണുന്ന വലിയൊരു 2 ശക്തികൾ തമ്മിലുള്ള വലിയൊരു മൽപ്പിടുത്തം പോലെ മനസ്സിൽ. കണ്ണടച്ചിരിക്കുകയാണ്, കണ്ണ് തുറക്കാൻ പറ്റില്ല, കൈക്ക് ഭയങ്കരമായൊരു വെയിറ്റ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഞാനിതിങ്ങനെ പല ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. ഇതിങ്ങനെ ഇത്രയും കച്ചവടം ഒഴിവായി എങ്ങനെ പോകും, ഇത്രയും രൂപ കിട്ടുന്ന പണി എങ്ങനെ ഒഴിവാക്കും, തൊഴിലാളികളുടെ പ്രശ്നം, ഇതെല്ലാം ഇങ്ങനെ ഒരു സാത്താനിക് ചിന്തകളെന്ന് പറഞ്ഞ പോലെ തലയിലിങ്ങനെ വന്നു. അങ്ങനെ വരുമ്പോൾ എന്തോ ഒരു സംഭവത്തിൽ ഇങ്ങനെ വിടാൻ തീരുമാനിക്കും. അപ്പോൾ എനിക്ക് സീറ്റിലിരിക്കാൻ പറ്റില്ല, ഭയങ്കരമായൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും ഭർത്താവ് ഇത് പറയും, നീ ഈ തൊഴിൽ നിർത്തുക എന്നുള്ള ഒരു സന്ദേശം വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ 2ാമത്തെ മോളെ കർത്താവ് ഇങ്ങനെ നിർത്തി കാണിക്കുവാണ്. നിനക്ക് ഇത് വേണോ, അത് നിൻ്റെ ഹോട്ടൽ വേണോ, ബാർ ഹോട്ടൽ എന്നുള്ളൊരു മെസ്സേജ് കൃത്യം വരുവാണ്. അപ്പോൾ കർത്താവെ ഞാൻ നിർത്തിയിരിക്കണമെന്ന് ഞാൻ ഉടനെ എന്നെ പേടിയായി. ഉടനെ ഞാൻ ഇട്ടു. അപ്പോൾ എപ്പം നിർത്തണം എന്നൊരു വലിയ ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ മാർച്ച് 31 എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിൻ്റെ പഴയകാല കാര്യങ്ങൾ കാണണോ എന്നും പറഞ്ഞൊരു സ്ക്രീൻ പോലെ ഒരു സംഭവം ഫ്രണ്ടിൽ വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പം കൂടുതൽ കാര്യങ്ങൾ പഴയ കാലങ്ങളിൽ നടന്ന വീട്ടിൽ അമ്മച്ചി ഇരിക്കുന്നത്, അതുപോലെ എൻ്റെ വൈഫ് ഇരിക്കുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഫ്രണ്ടിൽ കാണുവാനുള്ള ഒരു കാര്യമുണ്ടായി. അങ്ങനെ ഇതെല്ലാം കണ്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഒരച്ഛൻ അവിടെ ഇറങ്ങുന്ന ഞാൻ കണ്ടിരുന്നു. സ്ഥൈര്യലേപനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാരാന്ന് മനസ്സിലായില്ല. കൃത്യം ഞാൻ കണ്ണ് തുറന്ന് ആരാധന കഴിഞ്ഞപ്പോൾ കൃത്യം അച്ഛൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണു, നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരച്ചു. അതോടുകൂടി അന്നത്തെ ധ്യാനം അവസാനിച്ചു. കഴുത്തിലെ മുഴ മാറുകയും ഓപ്പറേഷൻ ചെയ്ത് ഉള്ള ശക്തി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ധ്യാനത്തിന് പോയത്. അങ്ങനെ അവസാനം ആരാധനയുടെ ദിവസം വന്നു. ഞാൻ ഫുൾ ടൈമും എൻ്റെ ഒരേ പ്രാർത്ഥന ഈ ബാറ് നിർത്തുക എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാൻ കൂടുതൽ ഏറ്റവും കൂടെ മഴക്കാലം പ്രാർത്ഥിച്ചത് ഈ ബാറ് നിർത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിലായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതെൻ്റെ ഇനി വിട്ടോട്ട് പോകുന്ന ഒരു ബാർ വ്യവസായിയായിട്ട് പോകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ അത് ജോയിച്ചിന് ഈ സമയം മാനസാന്തരം കൊടുക്കണമേ, ജോയിച്ചിന് ബോധ്യം കൊടുക്കണമേ, ഇനിയും ബോധ്യമില്ലാത്തൊരു ജീവിതത്തിലേക്ക് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും കണ്ടു വേദനിക്കാൻ അനുവദിക്കരുതേ എന്നുള്ള തീവ്രമായ പ്രാർത്ഥന ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീടാണ് മനസ്സിലായത്, ആ നിമിഷങ്ങളിൽ ജോയിച്ചിന് അവിടെ ആരാധനയുടെ സമയത്ത് ഭയങ്കരമായ ബാറ് നിർത്തണമെന്നുള്ള പ്രേരണ തോന്നുന്നു. ആരോ പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ജോയിച്ചൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും അങ്ങനെ ദൈവം ശക്തമായി ഇടപെട്ട് ജോയിച്ചന് ആ നിമിഷം തന്നെ ബാറ് നിർത്തുവാനുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ധ്യാനം കഴിഞ്ഞു വീട്ടിൽ വന്നു. പിന്നെ 2-3 പ്രാവശ്യം എനിക്ക് എൻ്റെ ഹോട്ടലിൽ പോകാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയൊരു അസ്വസ്ഥത, അവിടെ ഇരിക്കാൻ കർത്താവ് സമ്മതിക്കണില്ല എന്നുള്ള ബോധ്യം വന്നു. അതനുസരിച്ച് വീട്ടിൽ വന്ന് കിടക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായി. ആ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയി. ഏതാണ്ട് ഒരു 10-15 ദിവസം ഇവിടെ മെഡിക്കൽ സെൻറ്റർ PVSയിലൊക്കെ കിടന്ന് ഏതാണ്ട് 1 മാസം ആശുപത്രി കിടന്നു. അങ്ങനെ കിടക്കുമ്പോഴും ഈ ക്രമീകരണം കർത്താവ് ചെയ്യാമെന്ന് എനിക്ക് പിന്നെയാണ് അത് ബോധ്യമാകുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാർച്ച് 30 തീർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് ഇപ്പം മനസ്സിലാവും. അന്നത് മനസ്സിലാവുന്നത് കാര്യഘട്ടമായിരുന്നു. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ട്, തൊഴിലാളി പ്രശ്നം, അതുപോലെ തന്നെ മറ്റേ ഈ ടാക്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ കിടന്നിട്ടാണ് ഞാൻ വീട്ടിൽ കിടന്നു ആശുപത്രി കിടന്നുമൊക്കെ കൺട്രോൾ ചെയ്താണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ മഞ്ഞപ്പിത്തം വന്ന അത് ബിൽറുബിൻ എന്ന് പറയുന്നത് 23 പോയിൻ്റ് വരെ 2 ഹോസ്പിറ്റലിൽ കിടന്നു. അതായത് ഒന്ന് മെഡിക്കൽ സെൻറ്ററിലും ഒന്ന് PVSയിലും. അങ്ങനെ കിടന്ന് അതിനകത്ത് കിടന്ന കാലത്ത് സംഭവങ്ങളെല്ലാം എന്നാന്ന് വെച്ചാൽ, ഈ മദ്യപിച്ച് ആളുകൾ മരിച്ച അവസ്ഥയെല്ലാം കണ്ടു. അതായത് കിടക്കുന്ന ഫ്ലാറ്റിൽ ഒരു ഫ്ലോർ മുഴുവൻ ലിവർ സിറോസിസുകാരായിരുന്നു. അങ്ങനെയുള്ള
അവസ്ഥ PBC കിടന്നപ്പം ഒരു ഡോക്ടറിനോട് പറഞ്ഞു, ഇത് മുഴുവൻ നിങ്ങളെപ്പോലെ ആളുകൾ മദ്യം കൊടുത്തിട്ട് ലിവർ സിറോസിസ് പിടിച്ച് കിടക്കുന്ന മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാനിവിടെ നിർത്തിവെച്ച് കിടക്കുന്നതാണ്, ഞാൻ ഈ ട്രേഡ് അവസാനിപ്പിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നത്. കുറച്ച് ദിവസം വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യൻ എൻ്റെ ഈ കഴുത്തിലെ മുഴ ഡിസപ്പിയർ ചെയ്യുകയും ചെയ്തു. അതിന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ ഇത് വന്നതുകൊണ്ട് നമ്മൾ ഈ മഞ്ഞപ്പിത്തം വന്നതുകൊണ്ട് നമുക്ക് അനസ്തേഷ്യ തന്നെ കുറച്ച് താമസിക്കുന്നവന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് എൻ്റെ ഫയലിലുണ്ട് എഴുതി വെച്ചിരുന്നത്. അത് വലിയ ഒരു ദൈവിക ഇടപെടൽ ഈ കാര്യത്തിന്, അതായത് ഈ ബാർ ഹോട്ടൽ നിർത്തുന്ന വഴി അബോധ്യം എനിക്കുണ്ടായി. അതനുസരിച്ച് എൻ്റെ കഴുത്തിലെ മുഴ എന്നേക്കുമായിട്ട് ഡിസപ്പിയർ ചെയ്യുകയും എങ്ങനെയോ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം ഈ വർഷങ്ങളായി നടന്ന് വന്നിരുന്നതായ ഞങ്ങൾ വീട്ടിൽ തുടങ്ങിയ ചെറുപ്പകാലങ്ങളുണ്ടായിരുന്ന മദ്യവ്യവസായം, അതായത് കള്ളചാരായം, ബ്രാൻഡി, ബാർ ഹോട്ടലുകളെല്ലാം എന്നേക്കുമായി കുടുംബപരമായി ഞങ്ങളെല്ലാവരും മാറി മാറി കോൺട്രാക്ടേഴ്സ് അനിയന്മാരൊക്കെ ആയി നടത്തിയിരുന്ന ആ വ്യവസായം എന്നേക്കുമായി ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വേലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ധ്യാനം കൂടി ഈ ബാറൊക്കെ നിർത്തിയതിന് ശേഷം ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പൊറോട്ട ഒക്കെ ചിന്തിക്കും, ഇനി എന്താണ് നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ പൈസ എല്ലാം കിട്ടിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളാവുമല്ലോ നമുക്ക്. ഇപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചതെന്ന് വെച്ചാൽ മക്കൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഭയങ്കരമായ ഉയർച്ച. അതായത് മൂത്ത മോളെ MA BEd സെറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി പോയി. രണ്ടാമത്തോളെ ഞങ്ങൾ കൗൺസിലിങ്ങിലുണ്ടായിരുന്ന സംഭവം പഠിക്കാൻ മോശമെന്ന് പറഞ്ഞപ്പോൾ അതിലാണ് ഞാൻ അപ്സെറ്റായ ഒരു സംഭവം ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് MCom ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാൻ വന്നു. മൂന്നാമത്തെ മോന് അവന് എൻജിനീയറിംഗ് പാസ്സായി, അവന് ഇപ്പോൾ ജോലിയിൽ കയറുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു സന്തോഷകരമായ ഒരു ദൈവാനുഗ്രഹത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു അവസരമാണ് ഇപ്പം ദൈവം തന്നിരിക്കുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്.